15,000 രൂപ. നമുക്ക് പറഞ്ഞാൽ പറിച്ചു നോക്കാം, ടേസ്റ്റ് ഉണ്ടോ നോക്കാം. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗറിലാണ്, കാശ്മീരിലെ മൂന്നാമത്തെ ദിവസമാണിത്. ഇന്നത്തെ നമ്മളുടെ യാത്ര പെഹൽഗാമിലേക്കാണ്. പെഹൽഗാം എന്നുള്ള പേര് കാശ്മീർ ഭാഷയിൽ ആട്ടിടയന്മാരുടെ ഗ്രാമം എന്നാണ്. പേർഷ്യൻ ഭാഷയിൽ അത് അറിയപ്പെടുന്നത് ഒന്നാമത്തെ ഗ്രാമമെന്നോ അല്ലെങ്കിൽ ആദ്യത്തെ ഗ്രാമോ എന്നാണ്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ഒരു സീസൺ മഞ്ഞുള്ളൊരു സീസൺ അല്ല, മഞ്ഞൊക്കെ തുടങ്ങാൻ പോകുന്ന ഒരു സീസണാണ്. ഓട്ടം സീസണാണ് ഈ ഒരു സീസൺ അറിയപ്പെടുന്നത്. ശരത്കാലം എന്ന് പറയും. അപ്പോൾ ഈ ഒരു സമയത്താണ് ആപ്പിളൊക്കെ ഉള്ളത്. നമ്മൾ പെഹൽഗാമിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് ആപ്പിൾ വാലികളൊക്കെ നമുക്ക് കാണാൻ പറ്റും, നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പെഹൽഗാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന മറ്റൊരു കാര്യമുണ്ട്. പെഹൽഗാമിലെ ഭീകരാക്രമണം, നമ്മുടെ പാകിസ്ഥാൻ തീവ്രവാദികൾ നമ്മുടെ ഇന്ത്യൻ ടൂറിസ്റ്റുകളെ ആക്രമിച്ച ഒരു സംഭവമാണ്. പുൽവാനയിലെ ആക്രമണത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ആക്രമണമായിരുന്നു നമ്മുടെ പെഹൽഗാമിലെ ആക്രമണം. പക്ഷെ അതിനൊക്കെ ശേഷവും നമ്മുടെ പെഹൽഗാം ഏതാനും ദിവസങ്ങൾക്ക് ശേഷവും തുടർന്ന് സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനൊക്കെ നമ്മുടെ സോൾജേഴ്സിനെ നല്ല ഒരു ഹാറ്റ്സ് ഓഫ് യു നമുക്ക് അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ, അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെഹൽഗാമിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ ഈ യാത്ര. കാശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പെഹൽഗാം. ഏകദേശം 90 കിലോമീറ്റർ ഏറെ ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. കാശ്മീരിന്റെ ഹൈവേകളിൽ പോകുമ്പോൾ പബ്ലിക് വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് മിലിറ്ററി വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു കാഴ്ച പതിവാണ്. മിലിറ്ററിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പെഹൽഗാമിലേക്ക് പോകും വഴി ഒരുപാട് കുങ്കുമ കൃഷി ചെയ്യുന്ന പാടങ്ങൾ ഡ്രൈവർ കാണിച്ചു തന്നു. കുങ്കുമപ്പൂ വാങ്ങിക്കാനായി ഒരു ഷോപ്പിൽ നിർത്തുകയും ചെയ്തു. പുള്ളിക്കാരന് ഇവിടുന്ന് കമ്മീഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ കുങ്കുമപ്പൂ, നട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വില കുറച്ച് നല്ല ക്വാളിറ്റിയിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നിരിക്കുന്ന ഒരു ഫേസ് സ്ക്രബ്ബറാണ്. അപ്പോൾ കുങ്കുമപ്പൂ വെച്ചിട്ടുള്ള പല സൗന്ദര്യവർദ്ധന ഐറ്റംസുകളും ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്കിവിടെ ചെന്നപ്പോൾ നല്ലൊരു ടീ തന്നു. ഇതെന്തോ പ്രത്യേക ഒരു നട്ട്സ് ഒക്കെ ഇട്ട് വെച്ചുള്ള ഒരു ടീ ആണ്. അതിൻ്റെ ഒരു പാക്കറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതിനും നല്ല റേറ്റ് ഉണ്ട്, നല്ലതായിരുന്നു. ഇത് കുങ്കുമപ്പൂവിൻ്റെ ചെറിയ ടിന്നാണ്, പല സൈസിലും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. നല്ല വിലയുമാണ് കേട്ടോ. $50 ഗ്രാമുള്ള ഈ ഒരു ബോട്ടിലിന്റെ വില 15,000. How much this? 15,000. 15,000 രൂപ. അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു പെഹൽഗാമിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. പോകുന്ന വഴിയിൽ ഫുള്ള് ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ് കേട്ടോ. സംഘം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഒരു ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്, ബാറ്റിന്റെ ഷോപ്പും ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. നമ്മുടെ മലയാളികൾക്ക് ബാറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു ഫാക്ടറി വളരെ കൗതുകരമായിട്ട് തന്നെ തോന്നും. നമ്മുടെ കുട്ടിക്കാലമൊക്കെ നമ്മൾ ഓർത്തു പോകും. പണ്ട് മടല് വെട്ടി ബാറ്റ് ഉണ്ടാക്കിയതും, ബാറ്റിൻ്റെ സൈസുള്ള തടിമില്ലിൽ പോയി വാങ്ങി അതിൻ്റെ ചുവട് വെട്ടി പിടിയുണ്ടാക്കി ബാറ്റ് ഉണ്ടാക്കിയതും ഒക്കെ നമ്മൾ ഓർത്തു പോകും. ഒരു പ്രത്യേകതരം തടി ഉപയോഗിച്ചാണ് ഈ ഒരു ബാറ്റ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ആ മരത്തിൻ്റെ, പക്ഷേ ഞാനത് വിട്ടുപോയി. കാശ്മീർ ഭാഷയിലാണ് പറഞ്ഞു തന്നത്. പലതരത്തിലുള്ള പല വിലയ്ക്കുള്ള ബാറ്റുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. ബാറ്റ് പ്രസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെയാണ് ഒരു ബാറ്റ് ഉണ്ടാകുന്നത്. ഒരുപാട് പേരുടെ കൈകളിൽ അത് കൈമാറി വന്നാണ് ഒരു ബാറ്റ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാറ്റ് ചൂടാക്കാൻ വെച്ചിരിക്കുന്ന ഒരു റൂമാണ്. ഹീറ്റ് ആയിരിക്കും ഈ റൂം എപ്പോഴും. അത്യാവശ്യം മാനുഫാക്ചർ ചെയ്ത് പൂർണ്ണ രൂപത്തിലെത്തിയിരിക്കുന്ന ഒരു ബാറ്റാണ്. ഷോപ്പും ഞങ്ങൾ വിസിറ്റ് ചെയ്തു. ഞങ്ങളിൽ ഒരാൾ ഒരു ബാറ്റും വാങ്ങി. ബാറ്റ് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനും ഒരു ബാറ്റ് വാങ്ങാതിരുന്നത്. അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി യാത്ര തുടങ്ങി. ഇനി നമ്മൾ പോകുന്നത് ആപ്പിൾ വാലികളിലേക്കാണ്. പെഹൽഗാമിനോട് അടുക്കാറാകുമ്പോൾ ആപ്പിൾ വാലികൾ നമ്മൾ കണ്ടു തുടങ്ങും.
അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനിയുള്ള യാത്ര. ഇറങ്ങിയപ്പോ തന്നെ ആപ്പിള് ഓടയിലൊക്കെ കിടക്കുന്നു. ആപ്പിൾ ഏറി പറിക്കുക. ആപ്പിള് ടവറണക്ക് കിടക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനൊരു സമയം ആസ്വദിച്ചിട്ടില്ല. ഭയങ്കര ആഗ്രഹമായിരുന്നു ആപ്പിൾ തോട്ടം കാണണമെന്ന്. പക്ഷെ എന്റെ പൊന്നു, ആപ്പിൾ പറിച്ചിട്ടേക്കും കേട്ടോ കൂടുതലും. വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും കാശ്മീരിൽ വന്ന് തന്നെ ആപ്പിൾ തോട്ടം കാണാൻ പറ്റി. ഈ ഒരു സമയങ്ങളിലേ നമുക്ക് കിട്ടത്തുള്ളൂ. 2-3 മാസത്തെ സീസണേ നമുക്ക് കിട്ടത്തുള്ളൂ ആപ്പിൾ കാണാനുള്ള. ഇവിടെ എല്ലാം ആപ്പിൾ പറിച്ചിട്ടേക്കും കണ്ടോ. കേട്ടോ പച്ച ആപ്പിള് വളർന്നു തുടങ്ങുന്നേ ഉള്ളെന്ന് തോന്നി. നമുക്ക് പറഞ്ഞ പറിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഇനി മധുരമുണ്ട്. ആപ്പിൾ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്ന ഭാഗത്ത് തന്നെ ആപ്പിൾ സോർട്ട് ചെയ്ത് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ ഒരു പാക്കറ്റ് ആപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 20 രൂപ പെർ kg റേറ്റിലാണ് നമുക്ക് ആപ്പിൾ വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ കയറിയിരിക്കുന്ന ആപ്പിൾ തോട്ടത്തിലെ മരങ്ങളിൽ ആപ്പിൾ കുറവാണ്. കൂടുതൽ ആപ്പിളുകളും നിലത്ത് പറിച്ച് വിൽക്കാൻ വേണ്ടി ആയിട്ടേക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഈ തോട്ടത്തിൽ നിന്നിറങ്ങി തൊട്ടടുത്തുള്ള വേറൊരു തോട്ടത്തിലേക്ക് കയറി. അവിടെ കയറിയപ്പോൾ ആപ്പിളുകളെല്ലാം മരത്തിൽ തന്നെയുണ്ട്. നല്ല ശരിക്കും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല വലിയ ആപ്പിളുകളാണ് ഈ ഒരു തോട്ടത്തിൽ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. ചെറിയൊരു മരത്തിലേക്ക് ആപ്പിള്. ഇതിന്റെ ഉള്ളിലൂടെ നടന്നിട്ട് എത്ര നടന്നിട്ട് കൊതി വരുന്നില്ല കേട്ടോ. ഓ എന്റെ ദൈവമേ, ഇത്രയും ഒരു മനോഹരമായ കാഴ്ച ആദ്യമായിട്ടാണ്. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇല്ല നെല്ലിക്കയൊക്കെ മരത്തിൽ പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലേ. തുരുതുരാന്ന് ഇങ്ങനെ നിൽക്കുന്നത്. നാട്ടില് ചാമ്പയ്ക്കയും നെല്ലിക്കയൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ നിൽക്കുന്നത്. എന്ത് രസമുണ്ട് കാണാൻ. ഇവിടെ ഇങ്ങനെ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ തോട്ടത്തില്. അപ്പോൾ ഒരു ജ്യൂസിന് 50 രൂപയാണ് പറഞ്ഞത്. നല്ല ആപ്പിൾ ഇടിച്ച് പിഴിഞ്ഞുള്ള ജ്യൂസാണ്. എന്തായാലും ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല ഓർഗാനിക് സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആപ്പിൾ വാലിയിൽ നിന്നിറങ്ങി പെഹൽഗാമിലേക്കുള്ള യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ആപ്പിൾ മരങ്ങളിൽ ആപ്പിൾ പിടിച്ചു നിൽക്കുന്നത് മതിയാവോളം ആസ്വദിച്ചു. പോകുന്ന വഴിയിൽ ഇതുപോലുള്ള ചെമ്മരിയാടുകളെ വീണ്ടും കാണാൻ സാധിച്ചു. ഇതെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. നമ്മളങ്ങനെ പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാനായിട്ട് ABC വാലി ഉണ്ട്, പിന്നെ ഒരു മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എല്ലാം ഷെയർ ടാക്സിയിലാണ് പോകാനുള്ളത്. ടാക്സി എടുത്തിട്ടാണ് പോകാനുള്ളത്. പിന്നെ കുതിരയിൽ നമുക്ക് ഹോഴ്സ് റൈഡും പോകാൻ പറ്റും. ഇപ്പം ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങൾ ക്ലോസ്ഡ് ആണ്. സുരക്ഷയെ മുൻനിർത്തി ക്യാമറയൊക്കെ സ്ഥാപിക്കുന്നതിൻ്റെ രീതിയിൽ ക്ലോസ്ഡ് ആണ്. ഇപ്പം ABC വാലിയിലെ AB 2 വാലികൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. ആരോൺ വാലി, ബത്ത വാലി, ചന്ദ വാലിയാണ്. ചന്ദ വാലി ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. പിന്നുള്ളത് ബൈസൺ വാലി ഉണ്ട്, ഒരു മിനി സ്വിറ്റ്സർലൻഡ്. അവിടെ വെച്ചാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ ഭീകര ആക്രമണം നടന്നത്. അത് താൽക്കാലികമായി ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ക്ലോസ്ഡ് ആണ്. നമുക്ക് പോകാൻ പറ്റുന്നത് 2 സ്ഥലങ്ങളിലാണ്. AB വാലികളാണ്, ആരോൺ വാലി, ബത്തൽ വാലി. ഈ 2 സ്ഥലങ്ങളും നമുക്കൊരു ടാക്സി എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇനിയുള്ള യാത്ര. കാശ്മീരിലെ മട്ടൻ വിഭവങ്ങളിൽ വസ്വാൻ കാറ്റഗറിയിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഈ കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു ടാക്സി എടുത്ത് പെഹൽഗാമിലെ ആരൂ വാലി ലക്ഷ്യമാക്കിയാണ് നമ്മളുടെ യാത്ര. പോകുന്ന വഴിയിലെല്ലാം കാണാൻ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ഒരു എൻട്രി ടിക്കറ്റ് എടുക്കേണ്ട ഭാഗമുണ്ട്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം നമ്മൾ പാർക്കിംഗ് സ്പേസിലേക്ക് വരും. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ നമ്മൾ വാലിയിലേക്ക് പോകും. മനോഹരമായ പുൽമേടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചുറ്റും നല്ല വലിയ മലകളും നമുക്ക് കാണാൻ പറ്റും. മഞ്ഞുള്ള സമയത്ത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എന്നിരുന്നാലും ഇതും നമ്മളൊന്ന് അനുഭവിക്കണം. ഇതും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനായിട്ട്. ഇവിടെ ചൂടൊന്നുമില്ല, നല്ല തണുപ്പ് തന്നെയാണ്. ഏകദേശം ഒരു 14-13 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോഴും ഇവിടുത്തെ താപനിലയുള്ളത്. അങ്ങനെ നമ്മുടെ 2ാമത്തെ വാലിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ബെത്താബ് വാലി എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. നമുക്ക് ABC വാലികൾ ഉള്ളതിൽ AB വാലികളിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആരോ വാലിയിൽ പോയി ഇനി ബെത്താബ് വാലിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ബെത്താവാലിയിലേക്ക് കയറാനും ചെറിയൊരു എൻട്രി ടിക്കറ്റ് ഫീ ഉണ്ട്. അപ്പോൾ അതും കൊടുത്തു നമ്മൾ ബെത്താവാലിയിലേക്ക് കയറി. വളരെ മനോഹരമായ ഒരു പാർക്ക് പോലെയാണ് എനിക്ക് ബെത്താവാലി അനുഭവപ്പെട്ടത്. മുമ്പ് വന്നിട്ടുള്ളവർ പറയുന്നത് ABC വാലികളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വാലി
ബെത്താബ് വാലി എന്നാണ്. എനിക്കും ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ബാലികളിൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ളത് ബെത്താബ് വാലിയിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കിവിടെ വന്നപ്പോൾ സിപ്പ് ലൈൻ കാണാൻ സാധിച്ചു. കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ കുട്ടികൾക്കുള്ള പാർക്ക് ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ഒരു കൗതുകരമായ കാഴ്ച കണ്ടത് വെള്ളത്തിലൂടെയുള്ള കുതിര സവാരിയാണ്. കുറച്ചു മുമ്പ് വരെ കുതിര സവാരി ചെയ്യണമെന്നുള്ള യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷെ ഇത് കണ്ടതിന് ശേഷം കുതിര സവാരി ചെയ്തിട്ടേ ഇനി പോകൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ 3 പേർക്കും കൂടി 3 കുതിര സെറ്റ് ചെയ്തിട്ടുണ്ട്. 800 രൂപയാണ് റേറ്റ്. നല്ലതുപോലെ ബാർഗെയിൻ ചെയ്താണ് ഈ ഒരു റേറ്റിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കാശ്മീരിൽ വന്നിട്ടുള്ള ആദ്യത്തെ കുതിര സവാരി ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ആദ്യത്തെ കുതിര സവാരി. അതെ തന്നെ പോന്ന് ഭയ്യ പടി കിട്ടിയത് കുതിര തന്നെ പോകുന്നതിന്റെ കാര്യം വേറൊന്നുമല്ല. കുതിരയ്ക്ക് അറിയാവുന്ന റൂട്ട് തന്നെയാണല്ലോ ഈ പോകുന്നത്. ദിവസം ഒരു 100 തവണയെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിരിക്കും ഈ റൂട്ടിലൂടെ. അപ്പോൾ കുതിരയെ കറക്റ്റായിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് അതിന്റെ വഴിക്ക് തോന്നിയതുപോലെ പോകും. ഈ 3 കുതിരകളെ നിയന്ത്രിക്കാൻ ഇവൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കഷ്ടപ്പാടുള്ള ജോലിയാണ്. എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്ന കുതിരകളെ വീണ്ടും പിടിച്ച് ഈ ലൈനിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് പേടിയില്ലാതെ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ കുതിരകൾ പോകുന്നതും അത്ര നല്ല വഴികളിലൂടെ ഒന്നുമല്ല. കുതിരയും നല്ല കഷ്ടപ്പാടിലൂടെയാണ് പല വഴികളിലൂടെയും പോകുന്നത്. നമുക്ക് പോലും നടക്കാൻ പറ്റാത്ത വഴികളിലൂടെയാണ് ഈ കുതിര പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും കുതിര ഇപ്പോൾ വീഴുമെന്ന്. പക്ഷെ കുതിര വീഴത്തൊന്നുമില്ല. കുതിര കറക്റ്റായിട്ട് പോവുകയും ചെയ്യും. നമ്മൾ വീഴാതിരുന്നാൽ മതി. കുതിര ഇപ്പം എത്തിയിട്ടുള്ളത് വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു പോയിന്റിലേക്കാണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. വീണ്ടും കുതിരയിലോട്ട് കയറാം. അപ്പോൾ വീണ്ടും കുറേ പോയിന്റിലേക്കൊക്കെ പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ ഇവന്മാർ പറ്റിച്ച്. ഇവന്മാർ പറഞ്ഞ 2-3 പോയിന്റിലോട്ടൊന്നും പോകുന്നില്ല. ഇതുവരെ പോകുന്നുള്ളൂ. സമയം വൈകിയോണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്തായാലും ഇതുവരെയെങ്കിലും വന്നത് ലാഭമാണെന്ന് ഞങ്ങൾക്ക് വിചാരിക്കുന്നു. നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിച്ചു. അങ്ങനെ തിരിച്ചു പോവുകയാണ്. മെയിനായിട്ട് ഈ റിവർ ക്രോസിങ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം അടിപൊളിയാണ് കേട്ടോ. ബെത്താബ് വാലിയിലെ കുതിര സവാരി കൂടെ കഴിഞ്ഞ് ഇനി തിരിച്ച് റൂമിലേക്ക് തന്നെ, ശ്രീനഗറിലേക്ക് തന്നെ പോവാം. ഇവിടുന്ന് ഏകദേശം 100 കിലോമീറ്റർ മുകളിലുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാശ്മീരിലേക്കുള്ളത് വരാനുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബായ്.